കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 16-ാമത്തെ പ്രഭാതത്തിൽ ഈ മാസത്തിൻ്റെ 12-ാമത്തെ ദിവസം ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് സംഗമിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മയെല്ലാം ദൈവവചനത്തിൽ, ദൈവാത്മാവിൽ, ദൈവ സ്വഭാവത്തിൽ ദൈവാത്മ നമ്മെ വളർത്തുന്ന നല്ല ഒരു സമയമാകിയാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ, ഒരുമിച്ച് ദൈവാത്മാവിൽ വളരുവാനൊക്കെ കർത്താവ് നമുക്ക് നൽകുന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ അല്പസമയം കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്രാർത്ഥനകളുടെ വീര്യമെന്ന് പറയുന്നത്, മഹത്വമെന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ സ്വാധീനത അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന, ഗ്രഹിക്കുന്ന, ബോധ്യപ്പെടുന്ന സത്യങ്ങളുടെ ആഴങ്ങളനുസരിച്ചാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നാം ദൈവവുമായിട്ട് ബന്ധപ്പെടുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് പകരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് കേട്ടതാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് പകരുമ്പോൾ നാം അറിയാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. വിശ്വാസത്തിന് പല സ്റ്റെപ്പുകളുണ്ട്. നമ്മളെല്ലാം സ്ഥാനപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പം എല്ലാവരും രക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. ഈ മഹത്വം പ്രാപിക്കുക എന്ന തലത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയിൽ 3 പ്രധാനപ്പെട്ട സെക്ഷനുകളാണുള്ളത്, ഭാഗങ്ങളാണുള്ളത്. 1 വിശ്വാസം, 2 അഭിഷേകം, 3 മഹത്വം, തേജസ്സിൻ്റെ മേൽ തേജസ്. വിശ്വാസത്തിന് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. 1 അല്പവിശ്വാസം, 2 വലിയ വിശ്വാസം, 3 തികഞ്ഞ വിശ്വാസം. അല്പവിശ്വാസം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കരയിപ്പിക്കുന്നവരാണ്. നിങ്ങൾ ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ ആ വിഷയത്തിൽ നിലവിളിക്കുകയും കരയുകയും, അങ്ങനെ കരച്ചിനാൽ, നിലവിളിയാൽ ദൈവത്തിൽ നിന്ന് മറുപടികൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് അല്പവിശ്വാസികൾ. അത് ബൈബിളിനകത്ത് തെളിവുണ്ട്. കരഞ്ഞ് നിലവിളിച്ച്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിനെ അസഹ്യപ്പെടുത്തിയപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. പക്ഷേ കർത്താവ് അവരെ വിളിച്ചത് അല്പവിശ്വാസികളെന്നാണ്. എന്നാൽ ചിലർ അല്പവിശ്വാസികളല്ല. ചില അവരുടെ വീട്ടിനകത്തൊരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഭയങ്കര ധൈര്യമുള്ളവരാണ്. യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരോ ശിഷ്യന്മാരോ വീട്ടിലുള്ളവരോ ഒക്കെ ആ വിഷയത്തിൽ ഗ്യാരണ്ടി ഇല്ലാത്തവരാകുമ്പോൾ ഇവർ ഭയങ്കര ഫെയ്ത്ത് ഉള്ളവരാണ്. കനാന്യ സ്ത്രീ, അവളുടെ വിശ്വാസം വലിയതായിരുന്നു. ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് ആ പക്ഷപാതക്കാരനെ ഇറക്കിയവർ, അവരുടെ വിശ്വാസം വലിയതായിരുന്നു. വലിയ വിശ്വാസികളുടെ പ്രത്യേകത ഭയങ്കര ധൈര്യമാണ് അവർക്ക്, ഭയങ്കര ഉറപ്പാണ് അവർക്ക്. എൻ്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. അവർ കരയാൻ റെഡിയല്ല, അവർ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വയ്ക്കാൻ റെഡിയാണ്. ഇന്ന് രാവിലെ നമ്മുടെ വിശ്വാസം ഏത് തലത്തിലെത്തി നിൽക്കുകയാണ്? അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിഷയമായിട്ട് ധൈര്യത്തോടെ നടന്നെടുത്ത് വരുന്നവരാണ്. അവർക്ക് മറ്റാരും വിഷയമല്ല, അവർക്കറിയാം കർത്താവ് പ്രവർത്തിക്കും. ഇനി ആ കനാന്യ സ്ത്രീയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന കൊച്ചിനെ നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. ഉടനെ അവൾ പറഞ്ഞു, മക്കളുടെ അപ്പം മേശമേൽ വീഴുന്ന അപ്പം നുറുക്കുകൾ നായ്ക്കൾ തിന്നുന്നുണ്ടല്ലോ, കുനാരിയോ തിന്നുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് പോലും തള്ളിക്കളഞ്ഞാലും റെഡിയല്ല, പോകാൻ റെഡിയല്ല. അവരാണ് വലിയ വിശ്വാസമുള്ളവർ. നിങ്ങളുടെ വിശ്വാസം വലിയ വിശ്വാസമായതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പല വിഷയങ്ങൾ, പല ആവശ്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളുടെ അകത്ത് വിശ്വാസം വലിയതായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ചിലരുടെ പ്രത്യേകത
അവർ വലിയ വിശ്വാസമല്ല, അവർ ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരാണ്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അവരകത്തേക്ക് പകരുകയും അവർ വിശ്വാസത്തിൽ വളരുകയും ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായി മാറി. അവരുടെ പ്രത്യേകത, അവർ കരയുന്നവരല്ല, അവർ വിഷയങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നവരല്ല. അവരുടെ പ്രത്യേകത, അവരുടെ വിഷയങ്ങളെ അവർ തന്നെ ഡീൽ ചെയ്യുകയാണ് ദൈവത്തിലുള്ള ഉറപ്പോടെ. ആ വാക്യം നമുക്കിന്ന് രാവിലെ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. വായിച്ചു നോക്കൂ, ഒരാളൊന്ന് വായിച്ചേ, ഈ വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിന്റെ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. മറ്റൊരു പരിഭാഷ, ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിപ്പിൻ. വായിച്ചോ, ഈ വാക്യം കൂടെ വായിച്ചോ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും ഒരാള് മലയോട് കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ആരോട് പറയുന്നത് പോലെ? മലയോട് പറയുന്നത് പോലെ. കണ്ടോ, അതിനെയും ബൈബിൾ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 തലങ്ങൾ, വിശ്വാസത്തിൻ്റെ 3 സ്റ്റേജുകൾ. വിശ്വാസത്തിൻ്റെ 3 സ്റ്റേജുകൾ. ഒന്ന്, അല്പവിശ്വാസം. നിങ്ങൾ ദൈവത്തോട് കരയണം, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവത്താലുണ്ട്. അവരാ പുത്രത്വത്തിൻ്റെ മഹിമയിൽ നിൽക്കുന്നവരല്ല, ആ മഹത്വകരമായ മനോഭാവത്തിൻ്റെ ഉടമകളല്ല. അവർ അല്പവിശ്വാസികൾ. പക്ഷെ അവർക്ക് കരയാനായിട്ട് വേറെ ആളില്ല, അവർ കർത്താവിൻ്റെ അടുക്കൽ തന്നെയാണ് കരയുന്നത്. എന്നാൽ അടുത്ത കൂട്ടത്തിൻ്റെ പ്രത്യേകത അതല്ല, അവർ വേറെ എവിടെയും പോവുകയില്ല, കരയാനും റെഡിയല്ല, കർത്താവ് പോകാൻ പറഞ്ഞാലും പോവുകയില്ല, കർത്താവിനെ വിട്ട് മാറാത്തവരായി നിൽക്കുകയാണ്. മൂന്നാമത്തെ കൂട്ടര് രണ്ടാമത്തെ കൂട്ടര് വിഷയത്തെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. മൂന്നാമത്തെ കൂട്ടരുടെ പ്രത്യേകത, അവര് കർത്താവിൻ്റെ വിശ്വാസമുള്ളവരാകയാൽ അവർ വിഷയങ്ങളിലേക്ക് നോക്കി കൽപ്പിക്കുന്ന തലത്തിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. എൻ്റെ ചോദ്യം, നമ്മൾ എങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം? ആരതിന് മറുപടി പറയും? ഒരാൾ ചോദിക്കുകയാണ്, പാസ്റ്റർ എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ആരിലും ഒരാൾ പറയാൻ പറ്റുമോ? ഒരാൾ ചോദിക്കുകയാണ്, പാസ്റ്റർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആരാണ് ഒരാൾ ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ചോദിക്കുന്ന ആൾക്ക് മറുപടി പറയുക? കരഞ്ഞ് പ്രാർത്ഥിക്കണോ, അതോ വിഷയങ്ങളെ കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണോ, അതോ വിഷയങ്ങളിലേക്ക് നോക്കി കൽപ്പിക്കണോ? ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു മറുപടി ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളിലേക്ക് നോക്കി വചനം പറഞ്ഞ് കൽപ്പിക്കുക. നല്ല കാര്യം. വിഷയങ്ങളിലേക്ക് നോക്കി വചനം പറഞ്ഞ് അല്ലെങ്കിൽ കൽപ്പിക്കുക. പക്ഷെ ഒരു കുഴപ്പം, ആളുടെ വിശ്വാസം അല്പവിശ്വാസമാണെങ്കിലോ? ചേച്ചി കേൾക്കുന്നുണ്ടോ? സിസ്റ്ററേ, ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ ചോദിച്ചു കേട്ടോ, ഞാൻ ജയസിസ്റ്റർ പറഞ്ഞു, ഞാൻ കേട്ടു. ജയസിസ്റ്റർ പറഞ്ഞു നിങ്ങളെ വിഷയത്തിലേക്ക് നോക്കി എന്ത് ചെയ്യണം? വചനം പറഞ്ഞ് കൽപ്പിക്കണം. പക്ഷെ ആളുടെ വിശ്വാസം വളർന്നിട്ടില്ലെങ്കിലോ, ആളിപ്പോഴും അല്പവിശ്വാസിയാണെങ്കിലോ? അപ്പൊ നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളുടെ വളർച്ച എന്താ? അവനവന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് അവനവന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ശരിയാണോ ജയസിസ്റ്റേ? അതെ അതെ അതെ. വേറെ ആരിലും ഒരാൾ മിണ്ടാനുണ്ടോ? ആരിലും ഒരാള്? എല്ലാവരും ഇരുന്ന് ഉറങ്ങില്ലല്ലോ, 50 പേരും അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാകണം? ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റിയല്ല. നിങ്ങളുടെ വളർച്ച എങ്ങനെയാണ്? നിങ്ങൾ അല്പവിശ്വാസിയാണോ, വിശ്വാസിയാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വാസമുള്ള തികഞ്ഞ വിശ്വാസമുള്ളവരാണോ? നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നിങ്ങളുടെ പ്രാർത്ഥന വെളിപ്പെടുന്നത്. അല്പവിശ്വാസിയോട് കൽപ്പിക്കാൻ പറഞ്ഞാൽ അവന്
അവൻ അവിടെ വല്ലാത്ത പ്രശ്നമാക്കി മാറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിനോട്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ആദ്യത്തെ 2 മിനിറ്റ് പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനോട്. ഷാഖബനദിനി അംദൽ പ്രൗഷബന ഘടകദന. കർത്താവിനോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഷസ്കനാതിരാധന രഗപ്രൗഷസ്കനാഭിരാമന. കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഫെയ്ത്തിന്റെ തലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറുവാനായിട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൂടി ആഴമുള്ളതാകേണ്ടതിനായിട്ട്, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ വളരേണ്ടവനായിട്ട്. ഷാഖറ ദിലേദിനി പ്രൗഷബന ഹംദൽ പ്രൗഢബന ഘടകദനം. ഉടരബല രബപ്രൗഷബന രഗംജദാനഗാദ ഗത്തപ്രൗഷബന അന്തരാതിരാധന രഗപ്രൗഷസ്കരാതിരാധന. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, 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 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശകല ധരാതിരാധന പ്രൗഢപനഘടകധന. ഞങ്ങൾ അങ്ങയിൽ വസിക്കുന്നവരാകുമ്പോൾ, ഞങ്ങൾ അങ്ങയിൽ വസിക്കുന്നവരാകുമ്പോൾ ശാഖ പരാതിര പ്രൗഢപന. അദുരവന ഘടകജനാദിര പ്രൗഷവന ഗദുരവന ജനഗദുര വിനിഘടകദനാരക പ്രൗഢവന ഘടകദനം അംദൽ പ്രൗഢവന റബ പ്രൗഷവന ഹംദൽ പ്രൗഢവന ഘടകജന ഗദുരവന ഘടകദന ഋഗക്ഷസ്കനാഭിരാവന പ്രൗഢവന ഘടകദനം അംദൽ ഘടക ജബൽ പ്രൗഷവന ഗദുരവന ഘടകദനം. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ വിശ്വാസം വളർന്നാലാണ് നമ്മുടെ പ്രാർത്ഥന ശരിക്ക് ഹയർ തലത്തിലേക്ക് വളരുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വളരുന്നത്? എന്തോ ഞാൻ ചെറുതായിട്ട് ചുമക്കുന്നു, സോറി. നാം വിശ്വാസത്തിൽ വളരുവാനായിട്ട് നമ്മുടെ വിശ്വാസം അവൻ്റെ വിശ്വാസമായി മാറിയല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
നമ്മളുടെ വിശ്വാസമാണ് അല്പവിശ്വാസം. ഇന്ന പ്രശ്നം വരുന്നു, അതോടുകൂടി ഞാൻ അവസാനിക്കുമോ, ഈ വെള്ളത്തിൽ ഞാൻ മുങ്ങിച്ചാവുമോ, ഇതാണ് നമ്മുടെ വിശ്വാസം, അല്പവിശ്വാസം. എന്നാൽ അവൻ്റെ വിശ്വാസം എന്താ? ആ വിശ്വാസമാണ് വിഷയങ്ങളിലേക്ക് നോക്കി കൽപ്പിക്കുന്ന ഫെയ്ത്തിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മുടെ അകത്ത് വളർന്നാൽ മതി. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണിത്. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണിത്. വായിച്ചു ഈ വാക്യം. ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലേക്കുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം നമ്മുടെ ജഡത്തെ ജയിച്ച് സ്വയത്തെ ജയിച്ച് ജീവിക്കുന്ന ജീവിതം തന്നെ വിശ്വാസത്താലാണ്. അപ്പം യഥാർത്ഥ വിശ്വാസം, ദൈവത്തിൻ്റെ ഫെയ്ത്ത്, ക്രിസ്തുവിൻ്റെ ഫെയ്ത്ത് നമ്മുടെ അകത്തുണ്ടാകണമെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തു വളരണം. അപ്പം വിശ്വാസം വളർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവേ, ഞങ്ങളുടെ അകത്ത് ക്രിസ്തുവിനെ വളർത്തണമേ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നവ. അപ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തു നമ്മിൽ വളരാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തു നമ്മിൽ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഫെയ്ത്ത് മാറും. അപ്പൊ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിശാചിന് നിങ്ങളിൽ വല്ല അവകാശം ഉണ്ടാകുമോ? അവിടെ പിശാചിന്റെ അവകാശങ്ങൾ, അവൻ നിങ്ങളുടെ മേൽ ചെലുത്തി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ മൊത്തം പൊളിയില്ലേ? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീടുകളിലുള്ള നുകങ്ങൾ പൊളിയുന്നത്, ഈ 1 മിനിറ്റ് നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച ശേഷം പ്രാർത്ഥിക്കാം. നമ്മുടെ വീടുകളിലുള്ള നുകങ്ങൾ മുഴുവൻ പൊളിയും. അത് പൊളിക്കുന്നത് വിശ്വാസത്താലും അഭിഷേകത്താലും ഗ്ലോറിയാലുമാണ്. നിങ്ങൾ ഫെയ്ത്തിൽ വളരുമ്പോൾ നുകങ്ങൾ പൊളിയാൻ തുടങ്ങും. അഭിഷേകം നിങ്ങളുടെ ഭവനത്തിലുള്ള സകല നുകങ്ങളെ എടുത്തു മാറ്റും. ഞാനൊരു വാക്യം നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ കാണിച്ചു വരാം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വിടുതൽ ദൈവാത്മാവ് അയക്കാൻ, നമ്മുടെ തലമുറകളുടെ വിഷയത്തിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൽ നിന്നുള്ളൊരു വിടുതൽ ലഭ്യമാകാൻ, നാം കർത്താവിനോട് ചേർന്ന ഇൻറ്റിമസി ജീവിക്കാൻ, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിലേക്ക് വളരാൻ നമ്മുടെ അകത്ത് ക്രിസ്തു വളരുകയല്ലേ വേണ്ടത്? ക്രിസ്തു വളരാൻ തുടങ്ങിയാൽ ഇതെല്ലാം സംഭവിക്കും. അപ്പം നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്താ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത്? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അകത്ത് അവൻ വളരാനല്ലേ. ദൈവം സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ച് നോക്കിയേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതും അവൻ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച് നോക്കിയേ നിങ്ങളെ ക്രിസ്തു എന്ന തലയോളം വളർത്തുകയാണ്. അവിടെയാണ് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, ആത്മാവിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? നാം അവനെ പോലെയാകാൻ. കണ്ടോ, 29-ാം വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ് അവനെ പോലെയാകാൻ. അപ്പം അവനെ പോലെ ആകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമ്മളറിയാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ ചിന്താഗതി മാറും, നമ്മുടെ ലക്ഷ്യം മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സമസ്ത മേഖലയിൽ മാറ്റം ഉണ്ടാകുകയാണ്. ഇനി അടുത്ത 1-2 മിനിറ്റ് എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ അകത്തിരുന്ന് നമ്മെ അവനെ പോലെ ആക്കുവാൻ പക്ഷപാതം ചെയ്യുന്ന കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ആ ആത്മാവിനെ ഒന്ന് ഫ്രീ ആയി പ്രാർത്ഥിക്കാൻ അനുവദിച്ച് മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഷാബൽ പ്രൗഢവന അംദൽ പ്രൗഢവന, ഈ സത്യം നിങ്ങൾ തിരിച്ചറി. നിങ്ങളെ അവനെ പോലെയാക്കാൻ നിങ്ങളുടെ അകത്തിരുന്ന് പക്ഷപാതം ചെയ്ത ഒരു ആത്മാവുണ്ട്.
ഇനി ഞാൻ അടുത്ത ഒരു പദം നിങ്ങളെ കാണിച്ച് നമുക്ക് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 2 വാക്യങ്ങൾ വായിക്കണം. ഈ വാക്യം ഒരാൾ വായിക്കാമോ? ഈ വാക്യം ഒരാൾ വായിക്കാമോ? ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ല. അപ്പൊ നമ്മെ അഭിഷേകം ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ? ദൈവം ഒരു കാര്യം ചെയ്യാൻ പിതാവാം ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കുന്നതാണ് അഭിഷേകം. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടോ? നിശ്ചയമായിട്ട് നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ദൈവാത്മാവ് അവൻ്റെ സഭയോട് ചേർത്തിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി കർത്താവിൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. സഭ ഒരു ഓർഗാനിക് യൂണിയനാണ്. അപ്പോൾ അതുകൊണ്ട് സഭയോട് ചേർന്നവർക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രൊജക്റ്റുകൾ നിവർത്തിക്കുവാനായിട്ടുള്ള ഒരു ടാർജറ്റ് അവരുടെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ലോകവ്യാപകമായി ചിതറിക്കിടക്കുന്ന കർത്താവിൻ്റെ ആത്മശരീരത്തോട് നിങ്ങൾ സംയോജിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. ഈ അഭിഷേകം നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് നിങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ വ്യാപ്തിയെ വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. പക്ഷേ നിങ്ങൾ അല്പവിശ്വാസിയാണെങ്കിലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വളരുന്നവരാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിഷേകം വളരാൻ തുടങ്ങും. ഇനി ഈ വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് ഇന്നത്തെ
ദൈവവചന ധ്യാനം മാറ്റി നിർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വാക്യോട് വായിച്ചേ. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഇവിടെ ദൈവാത്മാവ് യെശയ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമാണിത്. അപ്പോൾ ഇവിടെ ദൈവാത്മാവ് 2 കാര്യം പറയുകയാണ്. അന്നാളിൽ അവന്റെ ചുമട്, കണ്ടോ, അവന്റെ ചുമട് ശത്രുരാജ്യത്തിന്റെ ചുമട്, അവൻ വെച്ചവന്റെ ചുമലിൽ വെച്ച ചുമട്, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് മാറിപ്പോകും. എങ്ങനെ? ഇംഗ്ലീഷിലാണ് അത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ദ യോക്ക് ഷാൽ ബി ഡിസ്ട്രോയ്ഡ് ബിക്കോസ് ഓഫ് ദ അനോയിന്റിങ്. നുകം പുഷ്ടി നിമിത്തം എന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്. അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും. എന്താണ് നുകം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പാടത്ത് ഉഴുവാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ഇറക്കുന്ന സമയത്ത് പാടം ഉഴുതുമറിക്കാനായിട്ട് നമ്മൾ കന്നുകാലികളെ കൊണ്ടുവന്ന് ഇറക്കി നിർത്തി അതിനകത്ത് 2 കന്നുകാലികളെ 4 കുറ്റി ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന ഒരു നീളമുള്ള സാധനത്തിനകത്ത് കൊണ്ടുവന്ന് ഇവരെ തലകൾ ഈ കഴുത്തിൽ ഇത് വെച്ച് കൊടുത്ത് കുനിച്ചു നിർത്തും. എന്നിട്ട് അതിൻ്റെ പുറകിലേക്ക് ഒരു കലപ്പ വെച്ച് കെട്ടും. ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ പുറകിൽ നിന്ന് ഒരാൾ നിയന്ത്രിക്കുന്നത് പോലെ മാത്രമേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നുകം കഴുത്തിൽ വന്നാൽ ഇവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പുറകിലുള്ള ഒരാളുടെ അടിമയായിട്ട് ഇവര് ആ ആളുടെ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങിയാണ്. കഴുത്തിൽ നുകം വന്നപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. 2, ഇനി ഇവർ ഫ്രീ ആയിട്ട് മടക്കുമ്പോൾ പുറകിലുള്ള ആള് ഈ കലപ്പ മണ്ണിലേക്ക് അങ്ങ് താത്തി പിടിക്കുകയാണ്. അപ്പം ഇവരുടെ ലോഡ് വർദ്ധിക്കുകയാണ്. അപ്പം ഇങ്ങനെ ലക്ഷ്യം നഷ്ടപ്പെട്ട് ദൈവിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് എന്തിനൊക്കെയോ അടിമകളായി തലമുറകളോ വ്യക്തികളോ കുടുംബത്തിലുള്ളവരോ ദേശത്തുള്ളവരോ സഭയിലുള്ളവരോ മുൻപോട്ട് നീങ്ങുന്നത് കാണുമ്പം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. കരഞ്ഞാൽ ഒരുപക്ഷെ ദൈവം ഇറങ്ങി വന്നവരെ വിടുവിക്കാം. നിങ്ങൾ ദൈവാവശ്യത്തിൽ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വയ്ക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നവരാണെങ്കിൽ നിങ്ങളുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങും. അഭിഷേകത്തിൻ്റെ ഒരു സ്വഭാവമാണ് കഴുത്തിലെ നുകങ്ങളെ നീക്കിക്കളയുക, തോളിൽ നിന്ന് നുകങ്ങളെ നീക്കിക്കളയുക. അത് അഭിഷേകത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ കുടുംബങ്ങൾ, ഇനി ഞാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ തലമുറകൾ, തെറ്റായ ബന്ധങ്ങളുടെ പുറകെ മടക്കുന്ന തലമുറകൾ, അല്ലെങ്കിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് മടക്കുന്ന തലമുറകൾ. ഇന്നലെ ജിബിൻ പാഷ മിനിഞ്ഞാന്ന് രാത്രി ചർച്ചയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ പാഷേ, അവരൊരു VBS നടക്കുകയായിരുന്നു. 9ലും 10ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ മയക്കുമരുന്നുകൾ അടിച്ചുകൊണ്ട് മടക്കുകയാണ്. വല്ലാത്ത പ്രശ്നത്തിലേക്ക് നമ്മുടെ കേരളം മാറുകയാണ്. എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും? എത്ര പേര് ഇവനൊക്കെ കൗൺസിലിംഗ് കൊടുക്കും? ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, അഭിഷേകമുള്ള അഭിഷക്തന്മാരുമായിട്ട് ഇവർ കൂട്ടിമുട്ടാൻ തുടങ്ങിയാൽ എല്ലാ മേഖലകൾക്കും മാറ്റം വരാൻ തുടങ്ങും. അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന അടിമ നുകങ്ങളുണ്ടോ? നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യക്തികളുടെ തോളിൽ നുകമിരിക്കുന്നുണ്ടോ? ചിലർ അമിതമായ ഭാരം ചുമക്കുന്നുണ്ടോ? ചിലർ ലക്ഷ്യം വിട്ടു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അഭിഷേകം അതിനെ തകർക്കുന്നതാണ്, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ തിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ അഭിഷേകം നമ്മിൽ നിന്ന് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് 3-4 മിനിറ്റ് നേരം ശക്തിയോടെ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം, ആത്മാവിൽ പ്രാർത്ഥിച്ച ശേഷം, നിങ്ങളുടെ മേലെ അങ്ങനെ ഒരു അനോയിന്റിങ് തുറന്നു വരുന്നെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല, അവരിലേക്ക് നോക്കി സംസാരിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ അവരെ തിരിക്കാൻ തുടങ്ങും. പ്രാർത്ഥിച്ചു. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിച്ചു. ഷാ ലഭാനബാരകഷസ്
വേദപരാതല വക്ഷ പ്രൗഢപനം ദലഘട്ട പ്രൗഢപനം ജലഘടകത്തരക തുരപനഘടക പ്രൗഷപനം ദൽ ഘടകജനകത പ്രൗഷപനം ദം വേദാവാര പ്രൗഷസ്കാര റീബൽ പ്രൗഷപനം ദലഭക്ഷം അപ്പോൾ ശരിക്കും നമ്മളിലുള്ള അഭിഷേകം വളരും തോറും നമുക്ക് ഇവിടെയുള്ള യുവജനങ്ങളെ സ്പർശിക്കാൻ പറ്റുമല്ലേ? നമ്മളിൽ അഭിഷേകം വളരും തോറും നമ്മുടെ കുടുംബങ്ങളുടെ മേലുള്ള അടിമത്തങ്ങൾ പൊളിയും അല്ലേ? നമ്മിൽ അഭിഷേകം വളർന്നാൽ ഒരു ദേശത്തുള്ള ജനങ്ങളെ നമുക്ക് കർത്താവിലേക്ക് തിരിക്കാൻ പറ്റുമല്ലേ? നമ്മിലുള്ള അഭിഷേകം വളർന്നാൽ നമുക്ക് രാജ്യങ്ങളെ കർത്താവിലേക്ക് തിരിക്കാൻ. അഭിഷേകം ദൈവത്തിൻ്റെ അകത്തുള്ള ലക്ഷ്യം നിവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അകത്തുള്ള ലക്ഷ്യം നമ്മിൽ കൂടെ നിവർത്തിപ്പിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, സകല മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ സകല മനുഷ്യരെയും ദൈവത്തിലേക്ക് തിരിക്കാനുള്ള
അഭിഷേകമാണോ നമ്മിൽ വ്യാപരിക്കുന്നത്? ആ അഭിഷേകം വളർന്നാൽ അങ്ങനെ വ്യാപരിക്കൂലേ? അപ്പം നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കുമോ? നിങ്ങളായിരിക്കുന്ന ദേശം സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു ദേശമാകട്ടെ, എത്ര വലിയ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യമാകട്ടെ, അല്ല നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാകട്ടെ, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ ഭയങ്കര പ്രശ്നമാകട്ടെ, ജോലി സ്ഥലത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഭയങ്കര സാഹചര്യം പ്രതികൂലമാകട്ടെ, ഇതിനെ സ്പർശിക്കാൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ശക്തി ഉണ്ടെങ്കിൽ, ഒന്ന്, അഭിഷേകത്തിൽ വളരാനല്ലേ പ്രാർത്ഥിക്കണ്ടേ? രണ്ട്, അഭിഷേകത്തിൽ വളർന്നവർ ആ വിഷയത്തെ കൈകാര്യം ചെയ്യണ്ടേ? എൻ്റെ മേലെ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ മതിയോ? ആ അഭിഷേകത്തെ നിങ്ങൾ തുറക്കണ്ടേ? നിങ്ങൾ തുറക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ പുറത്തിറങ്ങണം. രണ്ട്, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ ഇടപെടാൻ തുടങ്ങണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ നുകങ്ങളെ എടുത്തു മാറ്റും, അടിമത്തങ്ങളെ പൊളിച്ചു മാറ്റും. യാതൊരു സംശയം വേണ്ട. എല്ലാ മേഖലകളിലും ആ വാക്കുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ചില കുടുംബങ്ങളുടെ മേലൊരു ബാരിയർ കിടക്കുന്നുണ്ട്. എന്ത് ചെയ്താലും കാര്യം ശരിയാകില്ല. ആ ബാരിയറുകൾ എടുത്തു മാറ്റും അഭിഷേകം. നമ്മളടുത്ത ചില മിനിറ്റുകൾ ദൈവം നിങ്ങളെ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെ അങ്ങനെ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോകും. നിങ്ങളുടെ വ്യക്തികളായി നിങ്ങളെ കർത്താവ് ഓരോരുത്തരെയും ഈ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ കർത്താവ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്ത് ഒരാളെ ഉള്ളായിരിക്കാം, മതി, അത് മതി, ഒരാളെ ആയിരിക്കാം. എത്ര പേരെ നിങ്ങൾ തിരിച്ചു എന്നല്ല ദൈവം ചോദിക്കുന്നത്, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തോ എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എന്നെ വളർത്തേണ്ടതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ് കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഒന്ന്, നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ്. കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുകയാണ്, എന്നെ ആ തലത്തിലേക്ക് വളർത്തണമേ അപ്പാ. എന്നെ തലത്തിലേക്ക് വളർത്തണമേ അപ്പാ. എന്നിലൂടെ എൻ്റെ കുടുംബത്തെ, എന്നിലൂടെ എൻ്റെ സമൂഹത്തെ, എന്നിലൂടെ ഞാൻ താമസിക്കുന്ന ദേശത്തെ, എന്നിലൂടെ ഞാൻ താമസിക്കുന്ന രാജ്യത്തെ തൊടാനായിട്ട് അങ്ങക്ക് പദ്ധതിയുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ കടന്നു വന്ന് ഇത്രയും സമയം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കൾ കർത്താവെ വിഭിന്ന രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ സമയം വരെയും പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഞങ്ങളിന്ന് രാവിലെ കേട്ടതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വളർത്തണമേ. അതിനേക്കാൾ അപ്പുറമായി ഞങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു ഞങ്ങളിൽ വളരട്ടെ കർത്താവേ, രൂപപ്പെടട്ടെ കർത്താവേ. കർത്താവ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ, റോമാലേഖനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി വളരട്ടെ കർത്താവേ. ആ വളർച്ചയിൽ ഞങ്ങളുടെ വിശ്വാസം
വിശ്വാസത്തിൽ നിന്ന് അഭിഷേകം തുറക്കുമല്ലോ. ഈ കുടുംബങ്ങളുടെ മേലെല്ലാം, അങ്ങയുടെ മക്കളുടെ മേലെല്ലാം ആ അഭിഷേകത്തിൻ്റെ ഹയർ ഇലങ്ങൾ തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന് 3 സ്റ്റെപ്പുകളുണ്ടല്ലോ. അത് അങ്ങയുടെ മക്കൾ മേൽ തുറന്നു വരുവാനും അങ്ങയുടെ മക്കൾ ദൈവത്താൽ പ്രയോജനപ്പെടുന്നവരാകേണ്ടതിനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ബ്ലസ് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ കരം അങ്ങ് തുറക്കണമേ. അങ്ങ് ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ അത്ഭുതകരമായി സൂക്ഷിക്കണമേ. അങ്ങ് ഇവരെ വിടുവിക്കണമേ. അങ്ങ് ഇവരെ നടത്തണമേ. അങ്ങ് ഇവരെ പരിപാലിക്കണമേ. അങ്ങ് ഇവർക്ക് വേണ്ടി വഴികൾ തുറക്കണമേ. ഞാനിവരെ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ, ആഴമായ ബന്ധത്തിൽ ഇവർ ജീവിക്കട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു. ദൈവകരം അനുകൂലമാക്കണമേ. കർത്താവിൻ്റെ കരം തുറന്നു വരണമേ. കർത്താവ് ഇവരെ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഒരു അനുഗ്രഹീതമായ പകലാക്കി മാറ്റണമേ. ഞാൻ അതിനായിട്ട് ഇവരെ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.